പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ കാട്ടാക്കടയിലേക്ക് എത്തുകയാണ്. ആറ്റിങ്ങലിലെയും എൻഡിഎ സ്ഥാനാർത്ഥികളായ രാജീവ് ചന്ദ്രശേഖരനും ഒപ്പം വി മുരളീധരൻ എന്നിവർ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടും. ബിജെപിക്ക് വലിയ വിജയപ്രസാധ്യതയുള്ള മണ്ഡലങ്ങളുടെ പട്ടിക കഴിഞ്ഞ പ്രാവശ്യം മുതൽ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലവും ഉൾപ്പെട്ടിട്ടുണ്ട്. ബിജെപിയുടെ എ ക്ലാസ് മണ്ഡലമെന്നാണ് ആറ്റിങ്ങൽ മണ്ഡലം അറിയപ്പെടുന്നത്. എന്തായാലും കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ ഇടപെടൽ മൂലം ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയസാധ്യത വർദ്ധിച്ചിട്ടുണ്ടെന്നുള്ളൊരു ആത്മവിശ്വാസമാണ് പൊതുവെ തിരുവനന്തപുരത്തെ ബിജെപി പ്രവർത്തകർക്കുള്ള. എന്തായാലും പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടുകൂടി വലിയ പ്രതീക്ഷയിലേക്കാണ് തിരുവനന്തപുരവും ആറ്റിങ്ങൽ മണ്ഡലവും എത്തുന്നത്. വേദിയിൽ നടി ശോഭന, ഒപ്പം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും അല്പസമയത്തിനകം അദ്ദേഹം കാട്ടാക്കടയിലെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഉടൻ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. അദ്ദേഹം തൃശൂരിൽ നിന്നാണ് തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കടയിലെത്തും. ഡാൻ കുര്യൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഡാൻ, ഏറ്റവും പ്രധാനം മോദിയുടെ ഗ്യാരണ്ടി എന്ന ഉറപ്പോടുകൂടി ബിജെപി പ്രവർത്തകർ പ്രചാരണത്തിന് ഇറങ്ങുമ്പോൾ ആ ഗ്യാരണ്ടി എത്രമാത്രം കേരളത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് ഫലം കാണും എന്നൊരു പ്രധാന ചോദ്യമുണ്ട്. എന്തായിരിക്കും പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് പറയുക? കൊച്ചിയിൽ പ്രത്യേകിച്ചും തൃശൂരിൽ കടന്നാക്രമിച്ചതുപോലെയുള്ള പ്രധാന വിഷയങ്ങൾ അദ്ദേഹം ഇവിടെ സംസാരിക്കുമോ എന്നറിയാനായിരിക്കും ആകാംക്ഷയോടെ എല്ലാവരും കാത്തിരിക്കുന്നത്, അല്ലേ? സ്വാഭാവികമായി വന്ദേ ഭാരത് ട്രെയിനുകൾക്കൊക്കെ അപ്പുറത്തേക്ക് തിരുവനന്തപുരത്തിന് വേണ്ടി, പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി എന്താണ് മോദിയുടെ ഗ്യാരണ്ടി, അതിൽ എന്തൊക്കെ പുതിയ പദ്ധതികളാണ് ഉൾപ്പെട്ടിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വലിയ ചോദ്യമായി ഉയരും. എനിക്ക് പിന്നിൽ ഒരു പക്ഷേ ആ ഹെലികോപ്റ്ററിലായിരിക്കാം അദ്ദേഹം ഉണ്ടായിരിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. ചാരുമൂട്ടിലേക്ക്, ആ സ്വകാര്യ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ എത്തുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാനും മിനിറ്റുകൾക്കകം ഈ ഹെലികോപ്റ്റർ ഇവിടെ ഇറങ്ങും. അവിടെ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം ഈ വീഥിയിലൂടെയായിരിക്കും കാട്ടാക്കടയിലെ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് എത്തുക. സ്വാഭാവികമായി ഇടത് സർക്കാരിനെതിരായി കടന്നാക്രമണം നടത്തുക എന്നതിന് അപ്പുറത്തേക്ക് രാഷ്ട്രീയമായി ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബിജെപിക്ക് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന് വേണ്ടി എന്തായിരിക്കും എൻഡിഎ സർക്കാർ കരുതി വെച്ചിരിക്കുക എന്ന പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് സൂചന. നേരത്തെ നടി ശോഭന നടത്തിയ പ്രസംഗത്തിലും അക്കാര്യങ്ങൾ നെയ്യാറ്റിൻകരയ്ക്ക് വേണ്ടി ഉൾപ്പെടെ കരുതി വെച്ചിരിക്കുന്ന വികസന പദ്ധതികളുടെ കാര്യങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ശോഭന ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്വാഭാവികമായി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നൽകിയിരിക്കുന്ന ഒരു മെസ്സേജിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം അത്തരം പ്രഖ്യാപനങ്ങൾ. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തും കഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള വികസന പദ്ധതികൾ തിരുവനന്തപുരത്തിന് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ചലച്ചിത്ര താരം കൂടിയായ ശോഭന അതിന്റെ ആദ്യ സൂചനകൾ നൽകുമ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂടുതൽ വികസന പദ്ധതികളെ സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്തുമെന്ന് തന്നെ വേണം കരുതാൻ. രാഷ്ട്രീയമായ കടന്നാക്രമണങ്ങൾക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി സ്വാഭാവികമായി ഏറെക്കാലമായി ഈ രാഷ്ട്രീയമായി ഉന്നയിക്കുന്ന ഇടത് സർക്കാരിനെതിരെ ഉന്നയിക്കുന്ന ഒരു ആക്ഷേപമാണ് യുവാക്കൾ തൊഴിൽ തേടി വിദേശത്തേക്ക് കടന്നുപോകുന്ന ഒരു സാഹചര്യം വലിയ തോതിലുണ്ട് കേരളത്തിൽ. യുവാക്കൾക്ക് കേരളത്തിൽ തന്നെ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മികച്ച അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഈ പ്രഖ്യാപനങ്ങളിൽ പ്രധാനമായി ഇടം പിടിക്കും എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും മണിക്കൂറുകളായി കാത്തു നിൽക്കുകയാണ് ആയിരക്കണക്കിന് ബിജെപി പ്രവർത്തകർ. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മാത്രമുള്ളവരല്ല, അവർ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നാണ്. തിരുവനന്തപുരത്തിന്റെ അതിർത്തി മേഖലകളിൽ നിന്നടക്കം കാട്ടാക്കടയുടെ തികച്ചും വളരെ ഗ്രാമീണമായ മേഖലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള നൂറുകണക്കിന് ആളുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഈ റോഡിന് ലാപ്പിൽ പ്രധാനമന്ത്രി വീണ്ടും കേരളത്തിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം വലിയ ആത്മവിശ്വാസമാണ് ബിജെപി പ്രവർത്തകർക്കുള്ളത്? അദ്ദേഹത്തിന്റെ ഈ സന്ദർശനം ഏതു വിധത്തിൽ ഗുണമാകുമെന്നാണ് ബിജെപി പ്രവർത്തകർ വിശ്വസിക്കുന്നത്? സ്വാഭാവികമായി ബിജെപി പ്രവർത്തകർക്കിടയിൽ ഒരു ആവേശമുണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് നിഷ്പക്ഷരായ സാധാരണക്കാരായ തെരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കണം ആര് തോൽക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന നിഷ്പക്ഷരായ വോട്ടർമാരെ സ്വാധീനിക്കാൻ നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഈ ഗ്രാമീണ മേഖലയിലേക്കുള്ള ഈ സന്ദർശനത്തോടെ അത്തരത്തിൽ സാധാരണക്കാരായ വോട്ടർമാരെ സ്വാധീനിക്കാൻ ബിജെപിക്ക് കഴിയുമെന്നൊരു പൊതു വിലയിരുത്തൽ
NDAയുടെ ക്യാമ്പിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വളരെ തന്ത്രപരമായി നഗരത്തിൽ നിന്നൊക്കെ വിട്ട് തികച്ചും ഗ്രാമീണമായ കാട്ടാക്കടയിലെ ഈ ഗ്രാമ പ്രദേശത്തേക്ക് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിന്റെ ഗ്രൗണ്ടിലേക്ക് പ്രധാനമന്ത്രി എത്തുന്നത്. അത് സ്വാഭാവികമായി അദ്ദേഹത്തിന്റെ വാഹനവ്യൂഹം ഇവിടേക്ക് എത്തുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം ഈ വീഥിയിലൂടെ കടന്നു വരികയാണ്. അതിന് മുന്നോടിയായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ പൈലറ്റ് വാഹനങ്ങൾ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ലക്ഷ്യമാക്കി മുമ്പോട്ട് പോവുകയാണ്. തിരുവനന്തപുരം റേഞ്ച് DIG ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് വാഹനത്തിന് പൈലറ്റായി മുമ്പിൽ പോകുന്നത്. അതിന് പിന്നാലെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ ഭാഗമായി ഈ രണ്ട് മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി കൂടിയായ V മുരളീധരൻ മത്സരിക്കുന്ന ആറ്റിങ്ങലിലെ വോട്ടർമാരെ കൃത്യമായി കണ്ട് V മുരളീധരന് വേണ്ടി വോട്ട് ചോദിക്കാൻ പ്രധാനമന്ത്രി എത്തുന്നു. അതോടൊപ്പമാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി കൂടി അദ്ദേഹം വോട്ട് തേടുന്നത്. എന്തായാലും തിരുവനന്തപുരം റേഞ്ച് DIG R നിശാന്തിനിയുടെ നേതൃത്വത്തിൽ എനിക്ക് തൊട്ടുപിന്നിൽ പോലീസിന്റെ ഒരു വിന്യാസം ഉണ്ടാകുന്നു. അതായത് അവിടേക്ക് കൂടുതൽ പ്രവർത്തകർ എത്താൻ സാധ്യതയുണ്ട് എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾക്ക് ബാരിക്കേഡിന് മുൻപിലേക്ക് കടന്നു വരാത്ത തരത്തിൽ സുരക്ഷ അവിടെ ശക്തമാക്കുന്നത്. കാരണം പ്രധാനമന്ത്രി എത്തുന്നതിന്റെ ഒരു ആവേശമുണ്ട്. ഒരു ഗ്രാമീണ പശ്ചാത്തലത്തിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ സ്വാഭാവികമായി പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി നൂറുകണക്കിന് ആളുകൾ റോഡിന് ഇരുവശവും തിങ്ങിക്കൂടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ വശങ്ങളിലൊക്കെ ഈ ആളുകൾക്ക് നിൽക്കാനുള്ള ഒരു അവസരം പോലും ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പോലീസ് നൽകിയിട്ടില്ല. അതിനപ്പുറത്തേക്ക് മാത്രമാണ് ബാരിക്കേഡ് തീർത്ത് സാധാരണക്കാരായ ആളുകൾക്ക് പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കാരണം ഇതൊരു ഗ്രാമീണ മേഖലയാണ്. അവിടേക്ക് എത്തുന്നതിനുള്ള പല ചെറിയ വഴികളുണ്ട്. ആ വഴികളിൽ ഒക്കെ ഒരു 3 മണിക്കൂർ മുമ്പ് തന്നെ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് പോലീസിന്റെ സുരക്ഷാ പരിശോധനകൾ ക്രമീകരണങ്ങളൊക്കെ സജ്ജമാക്കിയിരിക്കുന്നത്. SPGക്ക് പുറമെയാണ് കേരള പോലീസിന്റെ പ്രത്യേക കമാൻഡോ സംഘം